ഏഷ്യാ കപ്പ് വനിതാ സോഫ്റ്റ്ബോൾ മത്സരത്തിൽ വയനാട്ടുകാരി MS ശ്രുതി രാജ്യത്തെ പ്രതിനിധീകരിക്കും. പട്ടികജാതി വികസന വകുപ്പ് പണം അനുവദിച്ചു. ശ്രുതിക്ക് യാത്രാ ചിലവിന് ബുദ്ധിമുട്ടുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വയനാടിന് വേണ്ടി കളിച്ച അഞ്ജലിക്ക് ഇതുവരെ യാത്രാ ചിലവിന് പണം ലഭിച്ചിട്ടില്ല. ഏഷ്യാ കപ്പ് വനിതാ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച അഞ്ജലിക്കും ശ്രുതിക്കുമായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത്. ജൂലൈ 11 മുതൽ 20 വരെ ചൈനയിലെ സിയാനിൽ നടക്കുന്ന ഏഷ്യാ കപ്പ് വനിതാ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള യാത്രാ ചിലവിനായി സർക്കാർ അനുവദിച്ച 1,70,000 രൂപ നൽകി. നിർധന കുടുംബത്തിലെ അംഗമായ ശ്രുതിയുടെ പിതാവിന് കൂലിപ്പണിയിൽ നിന്നും മാതാവിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുമുള്ള വേതനമാണ് ഏക വരുമാനമാർഗം. ലൈഫ് മിഷൻ മുഖേന ലഭിച്ച വീട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇതിനിടെയാണ് താരത്തിന് ഏഷ്യാ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചത്. ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാനുള്ള പണം മാതാപിതാക്കൾക്ക് കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രുതി പട്ടികജാതി വികസന വകുപ്പിന് നൽകിയ അപേക്ഷ പരിഗണിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസറും പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർക്ക് സംയുക്ത റിപ്പോർട്ട് നൽകി. തുടർന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവിന്റെ നിർദ്ദേശാനുസരണം മുൻകൂറായി ധനസഹായ തുക അനുവദിച്ച് ഉത്തരവായി. അടുത്ത പ്രവൃത്തി ദിവസം തന്നെ തുക ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചു.